സ്വലാത്ത് വിടുന്ന ഒരൊറ്റ സ്വലാത്തങ്ങ് ചൊല്ലുന്നതോടെ ആ സ്വലാത്ത് ഉയർത്തപ്പെടുകയാണ്. ഈ അങ്കണത്തിന് ചുറ്റും ചൂഴ്ന്നു നിൽക്കുന്ന റഹ്മത്തിന്റെ മലാഖമാരാ സ്വലാത്തുമായി ഉയരുകയാണ്. ഇത് വെറുതെ ഒരു കഥ പറയുന്നതല്ല, ആവേശം കയറ്റാൻ പറയുന്ന ഒരു കാര്യമല്ല. സ്വലാത്തുമായി ഉയരുകയാണ്. ഒന്നാനാകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയാണ്. രണ്ടാനാകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയാണ്. മൂന്നാനാകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയാണ്. 4ഉം 5ഉം 6ഉം 7ഉം ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയാണ്. അർശിൽ ചലനം സൃഷ്ടിക്കുകയാണ്. കുർസിലും ലൗഹിലും കലമിലും ചലനം സൃഷ്ടിക്കുകയാണ്. ആ സ്വലാത്ത് ആകാശഭൂമികളുടെ സംവിധായകനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ സവിധത്തിൽ ഹാജരാക്കപ്പെടുകയാണ്. എന്നിട്ട് പറയുകയാ, കുതിരപ്പുറമ്പിൽ നടക്കുന്ന പരിപാടി ഇന്ന ആളിന്റെ വായിൽ നിന്ന് ഇന്ന ആള് ചൊല്ലിയ സ്വലാത്ത്, ഇന്ന പുരുഷൻ ചൊല്ലിയ സ്വലാത്ത്, ഇന്ന സ്ത്രീ ചൊല്ലിയ സ്വലാത്ത്, ആ സ്വലാത്ത് റബ്ബിന്റെ സവിധത്തിൽ ഹാജരാക്കപ്പെടുകയാണ്. നിങ്ങൾ ന്യായമായും ചോദിക്കാം, അല്ലാഹുവിന്റെ മുമ്പിലേക്ക് മലക്കുകൾ കൊണ്ട് കൊടുക്കേണ്ട കാര്യമുണ്ടോ? അതൊക്കെ അല്ലാഹു വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥയാണ്. അതേപ്പറ്റി നമ്മൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. മലക്കുകൾക്ക് അതിൽ റോൾ ഉണ്ടോ ഇല്ലയോ എന്നത് വലിയ ഗൗരവമായ പ്രശ്നമല്ല. നമ്മൾ മെസ്സേജ് വിടുന്നു, ഫോണിൽ നിന്ന് മെസ്സേജ് വിടുന്നു, മെസ്സേജ് എല്ലാം നമ്മൾ ടൈപ്പ് ചെയ്തു, എന്നിട്ട് ഏത് നമ്പറിലേക്ക് അടിക്കേണ്ടത് ആ നമ്പറും നമ്മൾ ടൈപ്പ് ചെയ്തു, എന്നിട്ടങ്ങ് നമ്മൾ സ്വിച്ചിലേക്ക് അടിക്കുന്നു. അപ്പോഴാ സെൻഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നു. ആ സമയത്ത് പല പല മൊബൈൽ ഫോണുകളിലും ഒരു കിളി ആ മെസ്സേജ് കൊണ്ട് ഇങ്ങനെ പോകുന്നതായിട്ട് കാണാൻ പറ്റും. ആ കിളിയാണോ മെസ്സേജ് കൊണ്ടുപോകുന്നത്? ഈ കിളി ഇവിടുന്ന് അപ്പുറത്തെ ഫോണിലേക്ക് പോയാൽ കിളി മെസ്സേജ് കൊണ്ട് കൊടുക്കുന്നുണ്ടോ? പക്ഷെ അതിങ്ങനെ വെച്ചിരിക്കുന്ന ഒരു സംവിധാനമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വെച്ചിരിക്കുന്ന സംവിധാനമാണ്. അല്ലാഹുവിന്റെ മലക്കുകൾക്ക് അല്ലാഹു കൊടുത്തിരിക്കുന്ന ഡ്യൂട്ടിയാണ്. ഇതെല്ലാം അല്ലാഹുവിന്റെ വ്യവസ്ഥയുടെ ഭാഗമാണ്. മലാഖമാർ, അല്ലാഹുവിന്റെ മലാഖമാർ ഈ സ്വലാത്ത് റബ്ബിന്റെ സവിധത്തിൽ എത്തിച്ചിട്ട് ഈ സ്വലാത്ത് ചൊല്ലി എന്നങ്ങ് പറയുന്നതോടെ സല്ലല്ലാഹു അലൈഹി അശറ സ്വലവാത്ത് എത്തുന്നതോടെ ആ സ്വലാത്ത് അത്ഭുതം സൃഷ്ടിക്കുകയാണ്. അല്ലാഹുവിന്റെ അർശിൽ ആ സ്വലാത്ത് എത്തുകയാണ്. റബ്ബിന്റെ സന്നിധാനത്തിൽ ഹാജരാക്കപ്പെടുകയാണ്. ആ സമയം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് 10 നന്മകൾ ആ സ്വലാത്ത് ചൊല്ലുന്നവരുടെ മേലേക്ക് തീർക്കപ്പെടുകയാണ്. 10 പാപങ്ങൾ തീർക്കപ്പെടുകയാണ്. 10 കാരുണ്യം വർഷിക്കപ്പെടുകയാണ്. 10 പദവികൾ ഉയർത്തപ്പെടുകയാണ്. ഇത് മാത്രമാണോ? 1000 കിലോമീറ്ററുകൾക്കപ്പുറത്ത് ഈന്തപ്പഴക്കുലകളുടെ മുന്നിൽ പൂവന്നുകളുടെ ശീതളച്ചായി പരിലസിക്കുന്ന മദീന മുനവ്വറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ലോകലോകത്തിന് കാരണക്കാരനായ പാപം ചെയ്ത രഹസ്യങ്ങളുടെ താക്കോൽ സൂക്ഷിപ്പുകാരനായ മുത്തൊളിമുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ആ സ്വലാത്തും സലാമും എത്തിക്കപ്പെടുകയാണ്. റൗളയിൽ ചലനം സൃഷ്ടിക്കപ്പെടുകയാണ്. അഭിവാദ്യം ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രത്യഭിവാദ്യം കിട്ടുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് അവിടുത്തെ തിരുസവിധത്തിലേക്ക് ആ സ്വലാത്തും സലാമും എത്തിച്ചു കൊടുത്താൽ അല്ലാഹുവിന്റെ റസൂൽ മിണ്ടാതിരിക്കില്ല. അല്ലാഹുവിന്റെ റസൂൽ അറിയാതിരിക്കില്ല. മക്കളെ, റസൂലിന്റെ പ്രത്യഭിവാദ്യം ചെയ്യാതിരിക്കില്ല. അല്ലാഹുവിന്റെ ഹബീബ്, അല്ലാഹുവിന്റെ ഹബീബ് അവിടുത്തെ കല്ലറി, അവിടുത്തെ അഴുക്കുവാരിയെറിഞ്ഞ, അവിടുത്തെ ചീഞ്ഞളിഞ്ഞ അഴുക്കുവാരിയെറിഞ്ഞ, വീട് തൂക്കുന്ന തൂത്തുകൂട്ടുന്ന അഴുക്കുകൾ വാരിയെറിഞ്ഞു കൊടുത്ത, വൃത്തികെട്ട ദുർഗന്ധം വമിക്കുന്ന വെള്ളം കോരി ഒഴിച്ചു കൊടുത്ത ജൂതപ്പന് അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുശരീരത്തിലേക്ക് ഈ വൃത്തികെട്ട അഴുക്കുകൾ വാരിയെറിഞ്ഞു കൊടുത്തപ്പെട്ട് അറിയുമല്ലോ എത്ര കേട്ട കഥയാ. അല്ലാഹുവിന്റെ റസൂൽ നടന്നു പോകുമ്പോൾ ഒരു ദിവസം അഴുക്കൊന്നും വീഴുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുക, എവിടെ എന്നെ അഴുക്കറിയുന്ന പെണ്ണ് എന്ന് ഈ വഴിയിലൂടെ പോയാൽ അവൾ എന്റെ ശരീരത്തേക്ക് അഴുക്കറിയാറുണ്ടല്ലോ, അഴുക്കറിയാറുള്ള എവിടെ എന്ന് ചോദിച്ചപ്പോൾ പ്രപഞ്ച സൃഷ്ടിക്ക് കാരണക്കാരനായ മുത്തലിയുടെ ശരീരത്തിലേക്ക് അഴുക്കുവാരിയായ പെണ്ണിനെ പറ്റി പറയുന്നവൾ രോഗിയായി, അവളുടെ ശരീരം മൊത്തം പഴുത്ത് രോഗം പിടിച്ചിട്ട് അവൾ കിടക്കുകയായെന്ന് പറഞ്ഞപ്പോൾ തന്നെ അഴുക്കുവാരിയറിഞ്ഞ, വൃത്തികെട്ട ദുർഗന്ധം വമിക്കുന്ന തൂത്തുകൂട്ടുന്ന വീട്ടിലെ അഴുക്കും എച്ചിലും ചാരിയറിഞ്ഞ, വീട്ടിലെ വൃത്തികെട്ട വെള്ളം കോരിയൊഴിച്ച ആ ജൂതപ്പനെ കാണാൻ സുഖമില്ലയോ അവൾക്ക്? അവൾ എവിടെയാവുന്ന വീടെന്ന് ചോദിച്ചുകൊണ്ട് ഈ തന്നോട് ദിവസവും ഈ ക്രൂരത ചെയ്യുന്ന പെണ്ണിന്റെ വീട് അന്വേഷിച്ചു പോയി. അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരുടെ രോഗം മാറ്റിയ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അവിടുത്തെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നവര്, അവിടുത്തെ പേരിൽ സലാം ചൊല്ലുന്ന
ദിവസവും റസൂലുള്ളാഹിന്റെ റൗളാശിലേക്ക് സ്വലാത്തിന്റെ ബൊക്കകൾ കൊടുത്തുവിടുന്നവർക്ക്, സ്വലാത്തിന്റെ പൂമാലകൾ കൊടുത്തുവിടുന്നവർക്ക് അല്ലാഹുവിന്റെ റസൂൽ പ്രത്യഭിവാദിയായിരുന്നു. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ സ്വലാത്തിന് സലാമിന് പ്രത്യഭിവാദ്യം ചെയ്യുകയാണ്. ഒരു സ്വലാത്ത് സൃഷ്ടിക്കുന്ന അത്ഭുതം എത്രയാണ്! 7 വാനത്തിനും അപ്പുറത്തത് അത്ഭുതം സൃഷ്ടിക്കുന്നു. റൗള ശരീഫിൽ അത് ചലനം സൃഷ്ടിക്കുന്നു. ചെറിയൊരു കാര്യമല്ല സ്വലാത്ത്. അതുകൊണ്ട് സ്വലാത്ത് അത് വിടരുത്, അത് നന്നായിട്ട് മുറുകെ എനിക്ക് സ്വലാത്ത്. റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോൾ ആവേശത്തോടെ സ്വലാത്ത് ചെയ്യും. മദ്ഹറുൽ മുഹമ്മദ് മുസ്തഫ, സാദിഖുൽ മസ്ദൂഖായ മുഹമ്മദ് മുസ്തഫ, ഷഫീഉൽ മുദ്നിബീൻ മുഹമ്മദ് മുസ്തഫ, താജുൽ ആരിഫീൻ മുഹമ്മദ് മുസ്തഫ, റസൂൽ റബ്ബിൽ ആലമീൻ മുഹമ്മദ് മുസ്തഫ, യാ മൻ അയ്യദഹു അല്ലാഹ് യാ മുഹമ്മദ് മുസ്തഫ, യാ മൻ സയ്യദഹു അല്ലാഹ് യാ മുഹമ്മദ് മുസ്തഫ, യാ മൻ ഇഖ്താറഹു അല്ലാഹ് യാ മുഹമ്മദ് മുസ്തഫ, യാ മൻ ലം യൽബസുൽ ഹരീർ യാ മുഹമ്മദ് മുസ്തഫ, യാ മൻ ലം യനം അല സരീർ യാ മുഹമ്മദ് മുസ്തഫ, യാ മൻ ലം യശ്ബഉൽ ബത്ന ബിശ്ശഈർ യാ മുഹമ്മദ് മുസ്തഫ, കാരുണ്യത്തിന്റെ കടലായ മുഹമ്മദ് മുസ്തഫ, പ്രപഞ്ചത്തിന്റെ ഉടലായ മുഹമ്മദ് മുസ്തഫ, വിശ്വമാനവീകതയുടെ വിമോചകനായ മുഹമ്മദ് മുസ്തഫ, അടിച്ചമർത്തപ്പെട്ട അടിമാർഗത്തിന്റെ സമുദ്ധാരകനായ മുഹമ്മദ് മുസ്തഫ, തകർത്ത് തരിപ്പണമാക്കപ്പെട്ട മാനുഷിക നിയമങ്ങളുടെ പുനഃസംവിധായകനായ മുഹമ്മദ് മുസ്തഫ, കുഴിച്ചു മൂടപ്പെട്ട സ്ത്രീത്വത്തിന്റെ പുനരുദ്ധാരകനായ മുഹമ്മദ് മുസ്തഫ, പ്രാപഞ്ചിക രഹസ്യങ്ങളുടെ താക്കോൽ സൂക്ഷിപ്പുകാരനായ മുഹമ്മദ് മുസ്തഫ, ആരെടുത്താലും ആരത്ര വൃത്തികെട്ട പുസ്തകം എഴുതിയാലും, ഏത് വൃത്തികെട്ടവൻ എത്ര കോടികൾ വാങ്ങി കാർട്ടൂൺ വരച്ചാലും, ഏത് വൃത്തികെട്ടവൻ സാമ്രാജ്യത്തിന്റെ നക്കാപ്പിച്ച വാങ്ങി പ്രവാചകനെ തൊടാനവയ്ക്കുന്ന ജീവിയുടെ പേര് പറഞ്ഞ് എഴുതിക്കൊണ്ട് ചോദ്യപേപ്പറുകൾ പ്രസിദ്ധീകരിച്ചാലും, ആരെന്തെല്ലാം സൈറ്റുകളിലൂടെ എഴുതിവിട്ടാലും, എത്ര ചോദിച്ചാലും, ആരെത്ര മോശമായി കാണാൻ ശ്രമിച്ചാലും, അകത്തെ കോടാനുകോടി വിശ്വാസികളുടെ ജീവന്റെ തുടിപ്പായ കരയുടെ കാതലായ അങ്കിലെ ചോരയായ അകത്തെ കോടാനുകോടി മർദ്ദിതരുടെ വിമോചകനായ സർവ്വ അടിച്ചമർത്തപ്പെടുന്നവന്റെയും വിമോചകനായ ആരോടുള്ള സ്നേഹമാണോ ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത്? സ്നേഹമെന്ന വികാരം ഞങ്ങളുടെ സൃഷ്ടിയിലാണോ അവസാനിക്കുന്നത്? ആരുടെ അവതാരങ്ങൾ പറയൽ കൊണ്ടാണോ ഞങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിക്കപ്പെടുന്നത്? ആരെ കുറിച്ചുള്ള ചിന്തയാണോ ഞങ്ങളുടെ മനസ്സിന്റെ വേദനകൾ അകറ്റുന്നത്? ആരെ കുറിച്ചുള്ള പ്രതീക്ഷയാണോ ഞങ്ങളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്? ആരാണോ നാളെ ഞങ്ങളെ കൈപിടിച്ച് സ്വർഗത്തിന്റെ സോപാനത്തിലേക്ക് കൊണ്ടുപോകുന്നത്? ആ ഞങ്ങളാക്കി മാറ്റിയ ഞങ്ങളുടെ ജീവന്റെ തുടിപ്പായ കരളിന്റെ കാതലായ ഞങ്ങളുടെ ജീവൻ ഞങ്ങളോട് സൃഷ്ടിക്ക് വേണ്ടി കൊടുക്കാൻ തയ്യാറാകുമോ? ആർക്കു വേണ്ടി ഞങ്ങൾ രക്തസാക്ഷികളുടെ പുഞ്ചിരിയോടെ ഏറ്റുവാകുമോ? ആ മഹോന്നത വ്യക്തിത്വത്തിന്റെ ഉടമയായ പ്രപഞ്ച സൃഷ്ടിക്ക് കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹിന്റെ ഹഖ് കൊണ്ട് അല്ലാഹു തആല ഈ രാത്രിയെ നമുക്ക് സ്വീകാര്യമാക്കുമാറാകട്ടെ. ആ ഹബീബായ നബിയുടെ ശഫാഅത്ത് കിട്ടുന്ന ഭാഗ്യവാന്മാരിൽ വിനീതനായ ഞാനും ബഹുമാന്യരായ നിങ്ങളും അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ആ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൃക്കരങ്ങൾ കൊണ്ട് പരിശുദ്ധമായ ഹൗലുൽ കൗസറിലെ പാനീയം വാങ്ങി കുടിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മരണപ്പെടുന്ന